ഷെയ്ൻ നിഗത്തിന്റെ 25ാമത്തെ മൂവിയാണ് ബൾട്ടി. ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയി ഒരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ മൂവിയാണ്. ഇതൊരു മലയാള സിനിമയാണെങ്കിലും പല ഏരിയാസിലും നമുക്ക് ഒരു തമിഴ് ഫീൽ ടച്ച് ചെയ്യും. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു മൂവിയുടെ സ്റ്റോറി നടക്കുന്നത് പാലക്കാട് ബോർഡറിലെ ഒരു വില്ലേജിലാണ്. സോ ഒരു തമിഴ് ആൻഡ് മലയാളം മിക്സിലാണ് സിനിമയുടെ കഥ മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുമടുത്ത ഒരു ടെംപ്ലേറ്റ് ഗാങ്സ്റ്റർ സ്റ്റോറി തന്നെയാണ്, അല്ലാതെ വലിയ പുതുമയുള്ള സ്റ്റോറി ഒന്നും അല്ല. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് പാലക്കാട് ഒരു ഗ്രാമത്തിലുള്ള ഒരു 4 ചെറുപ്പക്കാർ അവരുടെ ലൈഫിൽ അവർ മീറ്റ് ചെയ്യുന്ന കുറച്ച് ഗാങ്സ്റ്റേഴ്സും ആ ഗാങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സും പിന്നീട് അവരുടെ ലൈഫിൽ നടക്കുന്ന ഇവന്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്ത ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ എൻഡ് എങ്ങനെയായിരിക്കും, അടുത്ത സീക്വൻസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഭയങ്കര പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ്. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിലും നല്ല എൻഗേജിംഗ് ആയിട്ടാണ് മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറി ടെല്ലിംഗ് ആയാലും ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും എക്സിക്യൂഷൻ ആയാലും ഫൈറ്റ് ആയാലും റൊമാൻസ് ആയാലും ഇമോഷൻസ് ആയാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്ത് പറയുന്ന ക്യാരക്ടർ പെർഫോമൻസ് ആൻഡ് ഫൈറ്റ് സീക്വൻസ് ഒരു രക്ഷയില്ല. ഷൈനികമായാലും ശാന്തനുമായാലും മറ്റുള്ള എല്ലാ ക്യാരക്ടേഴ്സും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ട നെഗറ്റീവ് ഷെയ്ഡായിട്ട് വന്ന സെൽവറായവനാണ്. മാൻ സീൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. പുള്ളിക്കാരൻ്റെ ഒരു വില്ലനീസം എന്നൊക്കെ പറയുന്നത് ഭയങ്കര സൈലന്റ് ആയിട്ട് ചിരിച്ച് കളിച്ചൊക്കെ നിന്ന് വില്ലനീസം കാണിക്കത്തില്ല, അത് മൂപ്പൊരു പൊളിയായിരുന്നു. സ്റ്റാർട്ട് ടു എൻഡ് അടിപൊളിയായിട്ട് തന്നെ ക്യാരക്ടർ പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് അൽഫോൻസ് പുത്രനായാലും അതുപോലെ തന്നെയാണ്, ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്, പുള്ളിക്കാരനും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് പൂർണിമ ആയാലും പുള്ളിക്കാരി ഒരു ഫീമെയിൽ ഗാങ്സ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതും പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ട് തന്നെ ക്യാരക്ടർ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് മെയിൻലി ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു മൂവിയിലെ ഫൈറ്റ് സീക്വൻസ്. മാൻ വേറെ ലെവലായിരുന്നു. ഈച്ച് ആൻഡ് എവറി ഫൈറ്റ് സീക്വൻസ് നല്ല അടിപൊളി എക്സിക്യൂഷൻ ആയിരുന്നു. സ്റ്റാർട്ട് ടു എൻഡ് ഭയങ്കര കിടിലമായിരുന്നു. ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ആണ്, അതൊക്കെ ബോറടിപ്പിക്കാതെ വളരെ നൈസ് ആയിട്ട് തന്നെ ഓരോ സീക്വൻസ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ഒരു ഹോട്ടലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു സോഡ ഫാക്ടറിയിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു ലോജിൽ ഫൈറ്റ് ഉണ്ട്, ആൻഡ് ക്ലൈമാക്സ് പോർഷനിൽ ഒരു ലെങ്തി ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ്. ഈ 4 ഫൈറ്റ് സീക്വൻസിന് നല്ല അടിപൊളിയായിട്ടാണ് സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഓരോ സ്റ്റണ്ടും നമ്മളെ മനസ്സിൽ നിൽക്കും, അത്ര കിടലായിട്ടാണ് ഈച്ച് ആൻഡ് എവറി ഫ്രെയിം. അതിന്റെ ക്യാമറ വർക്ക് ആയാലും ശരി, അതിന്റെ എക്സിക്യൂഷൻ ആയാലും മ്യൂസിക് ആയാലും അവിടുത്തെ ഇമോഷൻസ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ഇതിൽ ലോജിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ഈ ഒരു ലോജിൽ ഫൈറ്റ് നമ്മൾ ഒരു കൊറിയൻ മൂവ്സിലൊക്കെ കാണുന്ന പോലെ ഈ ലോങ് ഷോട്ടിൽ ആ ഒരു ഫ്രെയിംസും അവിടെ നിൽക്കുന്ന ഫൈറ്റേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ഒരു മേക്കിംഗ് ആയിരുന്നു പക്ക റോ ആയിരുന്നു. അവിടുത്തെ ഓരോ ഇടി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ചുമ്മാ അനാവശ്യമായിട്ട് ഓക്കെ ഇന്ന സീനിൽ ഒരു ഫൈറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ചുമ്മാ പ്ലേസ് ചെയ്തൊന്നുമല്ല, ഓരോ ഫൈറ്റ്സിനും ബാക്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റീസൺ ഉണ്ട്. സോ ആ റീസൺ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇമോഷണലി ഭയങ്കര കണക്ട് ആവുന്നുണ്ട്. അതിനായിട്ട് രണ്ടെണ്ണം കിട്ടണം, ഈ ഒരു അടി ഇവിടെ ആവശ്യമുണ്ട് നമുക്ക് തോന്നും. അങ്ങനത്തെ രീതിയിലാണ് ഓരോ ഫൈറ്റ് സീക്വൻസിന്റെയും പ്ലേസ്മെന്റ് വന്നിരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗും ക്യാരക്ടേഴ്സും എക്സിക്യൂഷനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടെംപ്ലേറ്റ് ആണെങ്കിലും ഈ ഒരു ഫൈറ്റ് സീക്വൻസ് വെർത്തായിരുന്നു. ഭയങ്കര കിടിലായിരുന്നു ആ ഒരു റോ ആയിട്ട് കാണാനായിട്ട്. പെട്ടെന്നൊന്നും ഒരു ഫൈറ്റും തീരുന്നില്ല, എല്ലാം നല്ല ലെങ്തി ആയിട്ടുള്ള ലോങ് ഷോട്ടിലൊക്കെ വരുന്ന ഫൈറ്റ് സീക്വൻസ് ആണ്. പക്ഷെ ഒന്നുപോലും ബോർ അടിപ്പിക്കുന്നില്ല, അത്ര പൊളിയായിട്ടാണ് ഓരോ ഫൈറ്റ് സീക്വൻസ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ അതിന്റെ കൂടെ തന്നെ മ്യൂസിക്കിന് സായാണ് മൂപ്പരുടെ ഒരു തമിഴ് ടച്ചിൽ മാസ് മസാല ഐറ്റമൊക്കെ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു മ്യൂസിക്കും ആ ഒരു ഫൈറ്റ് സീക്വൻസും ഒക്കെ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് മൂവിയിലുള്ള മറ്റുള്ള ട്രാക്സ് ആയാലും നല്ല രീതിക്ക് എലവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. ഈ ഒരു മൂവിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന സ്റ്റണ്ട് തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ പ്രെഡിക്റ്റബിൾ ആണ്, നമുക്ക് അറിയാം, നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണുന്നൊക്കെ തന്നെയാണ്. പക്ഷെ ഈ ഒരു മൂവിനെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകുന്ന ഇതിന്റെ ഫൈറ്റ് സീക്വൻസും ആ ഒരു എക്സിക്യൂഷൻ തന്നെയാണ്. ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സീക്വൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഒരു ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു ത്രൂഔട്ട് മൂവി. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിന് ഇൻട്രോൽ പഞ്ച് ആയാലും ശരി, ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ആയാലും വില്ലൻസിന്റെ ഇൻട്രൊഡക്ഷൻ ആയാലും എല്ലാം പൊളിയായിരുന്നു. എസ്പെഷ്യലി സെൽവരാഗിന്റെ ഇൻട്രോ ഒക്കെ വൻ പൊളിയായിരുന്നു. പുള്ളിക്കാരൻ മറ്റേ സൈലന്റ് ആയിട്ടൊക്കെ നിന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. പുള്ളിക്കാരന്റെ ഒരു ചിരി മതി, ആ ലെവലിലാണ് പുള്ളിക്കാരന്റെ ഒരു ക്യാരക്ടർ വന്നിരിക്കുന്നത്. അതിന്റെ അതുപോലെ തന്നെയാണ് ഷെയ്ൻ നിഗം ആ ഒരു ഗ്യാങ്ങിന്റെ ഇൻട്രൊഡക്ഷനും അതും അടിപൊളിയായിരുന്നു. അവരൊരു കബഡി ടീം പ്ലേയേഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കബഡി സ്റ്റൈലിൽ ഒരു സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതും കൊള്ളാം. അവരുടെ പെർഫോമൻസ് ആയാലും അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്രസൻസും നല്ല രസമായിരുന്നു കാണാനായിട്ട്. ആൻഡ് ഷെയ്ൻ നിഗം എസ്പെഷ്യലി പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ആക്ഷൻ സീക്വൻസ് ആയാലും ശരി, ആ ഒരു റൊമാൻസ് ആയാലും ഇമോഷൻസ് ആയാലും എല്ലാം നൈസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നിന്ന് ഗ്രാഫ് സെക്കൻഡ് ഹാഫിൽ ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി. അതായത് ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ഓരോ ക്യാരക്ടേഴ്സും ഇവന്റ്സും ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഇൻട്രോൽ പഞ്ചൊക്കെ ആയിട്ട് വേറെ ലെവലിൽ പോയിട്ട് സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ആ ഒരു പഞ്ച് ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി പിന്നീട് ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പഴയ ആ ഒരു എൻഗേജിംഗ് ട്രാക്കിലോട്ട് തിരിച്ചു വന്ന മൂവി നൈസ് ആയിട്ട് തന്നെ എൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കുറച്ച് ഏരിയാസ് ഭയങ്കര ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തു എനിക്ക്. അതും കൂടി ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ഒരു എൻഗേജിംഗ് ഫീൽ കിട്ടിയിരുന്നെങ്കിൽ മോനെ വേറെ ലെവൽ മൂവിയാണ്. ഒന്നും കൂടി ഞാൻ എടുത്തു പറയാം, നമ്മൾ ഇതുവരെ കാണാത്ത പുതുമായിട്ടുള്ള സ്റ്റോറി ഒന്നും അല്ല, നമ്മൾ കണ്ടുമടുത്ത ടെംപ്ലേറ്റ് സ്റ്റോറി തന്നെയാണ്. ആൻഡ് മൂവിയിലോട്ട് വരുമ്പോൾ മൂവി വേറെ ലെവലായിട്ടുള്ള നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള മേക്കിംഗ് എക്സിക്യൂഷൻ ഒന്നും അല്ല. ഒരു പക്ക എന്റർടൈനർ ആണ്. ഒരു മാസ് മസാല തമിഴ് മൂവി കണ്ട എങ്ങനെ ഇരിക്കും ആ ഒരു ഫീൽ ആയിരുന്നു. തമിഴിൽ ഇതുപോലത്തെ ഒരുപാട് മൂവീസ് വരാറുണ്ടെങ്കിലും മലയാളത്തിൽ അങ്ങനെ അധികം വന്നിട്ടില്ല. മലയാളത്തിൽ കുറവാണ് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ, ഇങ്ങനത്തെ ജോണറിൽ. അതായത് നാട്ടുമ്പുറത്തുള്ള ഒരു കുറച്ച് ചെറുപ്പക്കാരും ഗാങ്സ്റ്റേഴ്സും അവരുടെ കോൺഫ്ലിക്ട്സും അവിടെ നടക്കുന്ന ഫൈറ്റും ബാക്കിയുള്ള പൊളിറ്റിക്സും പരിപാടിയൊക്കെ. ഇതും പല ഏരിയാസിൽ നമുക്ക് ഒരു തമിഴ് ടച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് തന്നെ സിനിമ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അവർ തമിഴ് ടച്ച് വരുന്ന ഒരു പാലക്കാട് ബോർഡർ ആയതുകൊണ്ട് തന്നെ പല ക്യാരക്ടേഴ്സും നമ്മളിപ്പോൾ തമിഴ് മൂവി മലയാളത്തിൽ ഡബ് ചെയ്ത് എങ്ങനെ ഇരിക്കും അതുപോലെ സംസാരിക്കുന്നുണ്ട്. അതും കൂടി പ്രോപ്പർ തമിഴ് ആയിരുന്നെങ്കിൽ നല്ലൊരു അടിപൊളി വൈബ് ആയേനെ. സോ ആ ഒരു കാര്യം മൈൻഡ് വെച്ച് പോകുക, അല്ലാതെ വേറെ ലെവലായിട്ടുള്ള നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങോ മേക്കിങ്ങോ ഒന്നും അല്ല മൂവിക്ക്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ എക്സിക്യൂഷൻ നല്ല
അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ക്യാരക്ടേഴ്സ് ആയാലും ആ ഒരു ഫൈറ്റ് സീക്വൻസ് ആയാലും എല്ലാം നൈസ് ആയിരുന്നു. ആൻഡ് ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ സിനിമാറ്റോഗ്രഫി ആയാലും എഡിറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും എല്ലാം നൈസ് ആയിരുന്നു. സിനിമാറ്റോഗ്രഫി നോക്കുവാണെങ്കിൽ ഓരോ സീക്വൻസും നല്ല നൈസ് ആയിട്ടുള്ള ഫ്രെയിംസ് ആയിരുന്നു. എസ്പെഷ്യലി ആ ഒരു ഫൈറ്റ് സീക്വൻസിലോട്ട് വരുമ്പോൾ ഉള്ള ആ ഒരു ക്യാമറ ആംഗിളും ആ ഒരു ക്യാമറ ട്രാക്കിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് എഡിറ്റിംഗ് ആയാലും ഭയങ്കര ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള കട്ടിംഗ് ആണ്, അതും നൈസ് ആയിരുന്നു. കളറിങ്ങും അത്യാവശ്യം നമുക്ക് ആ ഒരു ബ്ലൂ ടോണിൽ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. നമുക്ക് ഓവറോൾ നോക്കുവാണെങ്കിൽ ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയി ഒരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ മൂവിയാണ്. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങും ട്വിസ്റ്റും ടേൺസ് ഒക്കെ തന്നെയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.